ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി നാലാം ഘട്ട തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. നാലാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോവുക. അതിൽ തന്നെ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ബംഗാളുണ്ട്, അങ്ങനെ ഈ പ്രദേശങ്ങളിലെയൊക്കെ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ സമഗ്രമായ വിവരങ്ങളുമായി ഒപ്പം തന്നെ ഈ 3 ഘട്ടങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ പോയി എന്നും അറിയേണ്ടതുണ്ട്. വിഷ്ണു നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. നമുക്ക് നോക്കാം എന്താണൊരു സാഹചര്യമെന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാനു. രാവിലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വലിയ ഗെറ്റപ്പിലാണല്ലോ. അത് ഇവിടുത്തെ ഒരു ചൂടിൻ്റെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. ശരി, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോട്ടെ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ നാലാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. 96 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. BJP അവരുടെ പ്രതീക്ഷകളിൽ നിന്നൊക്കെ പുറകോട്ട് പോവുകയാണോ? 400 മണ്ഡലങ്ങൾ പോയിട്ടിപ്പോൾ ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം കിട്ടിയാലായി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? ഈ അവരുടെ തീവ്ര വർഗീയ പ്രചരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? മനു, തീർച്ചയായിട്ടും ആദ്യത്തെ 2 ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷമാണ് BJP അതിവർഗീയതയിലേക്കുള്ള പ്രചരണത്തിലേക്ക് കടന്നത്. എന്തായാലും 3ാം ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും അതേ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 4ാം ഘട്ട വോട്ടെടുപ്പ് എന്ന് പറയുന്നത് മെയ് 13-നാണ് നടക്കുക. അത് 96 മണ്ഡലങ്ങൾ, 10 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശത്തുമായി ഏകദേശം 96 മണ്ഡലത്തിലേക്കുള്ള വോട്ടെടുപ്പാണ് 4ാം ഘട്ടത്തിൽ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളും ഈ ഒരു 4ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രചരണം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ BJP വർഗീയത ആളിക്കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് നടത്തുന്നത്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ചുക്കാൻ പിടിക്കുന്ന സാഹചര്യമുള്ളതും. എന്തായാലും ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു ഇടിവുണ്ടായതാണ് ഇത്തരത്തോളം ഒരു വർഗീയപരമായിട്ടുള്ള പ്രചരണത്തിലേക്ക് BJP പോകാനായിട്ട് കാരണം. ആദ്യ 2 ഘട്ടങ്ങളിലും 66% ഒരു പോളിംഗ് രേഖപ്പെടുത്തിയത്. 3ാം ഘട്ടത്തിലും സമാനമായിട്ട് പോളിംഗിൽ വലിയ ഇടിവ് ഒരു രേഖപ്പെടുത്തിയ സാഹചര്യമുണ്ട്. എന്തായാലും 4ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം പ്രചരണം തന്നെയാണ് ഈ മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി വർഗീയത ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നു. അതിനു പുറമെ ഇന്നലെ ആദ്യമായിട്ട് പ്രധാനമന്ത്രി അദാനിയുടെയും അംബാനിയുടെയും പേര് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത് ഇന്നലെ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുമ്പോഴാണ് അത്തരത്തിൽ അംബാനി, അദാനി എന്നിവരുടെ പേര് പ്രധാനമന്ത്രി പറയുന്ന ഒരു സാഹചര്യമുണ്ടായത്. അംബാനിയും അദാനിയും കോൺഗ്രസിന് പണം നൽകി, വലിയ തോതിൽ പണം നൽകി, ട്രക്കിൽ പണം കൊണ്ടെത്തിച്ചു എന്നതടക്കമുള്ള ആരോപണമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അപ്പോൾ അദാനിയും അംബാനിയും എത്രമാത്രം പൈസ കോൺഗ്രസിന് നൽകിയെന്ന് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ പണം കൊണ്ടിറക്കി എന്നതിൽ പ്രധാനമന്ത്രിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ അദാനിയുടെയും അംബാനിയുടെയും ഓഫീസിലേക്ക് ഈ പറയുന്ന ED-നെയും CBI-നെയും ഒക്കെ പറഞ്ഞു വിട്ടാൽ പോരെ? അപ്പോൾ അത് ചെയ്യുന്നില്ലല്ലോ. മനു, തീർച്ചയായിട്ടും അത്തരമൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ ഒരു ട്രക്കിൽ പണം കൊണ്ട് നൽകിയെന്ന പ്രധാനമന്ത്രി ആധികാരികതയോട് കൂടി തന്നെ പറയുമ്പോൾ എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റും CBI-യും ഒക്കെ അടിയന്തരമായി ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യം ഇന്നലെ രാജ്യസഭ CPIM-ൻ്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MP ഇന്നലെ തന്നെ ഈ വിഷയം ഉയർത്തി ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതായത് പ്രധാനമന്ത്രിക്ക് ഈ ഒരു ടെമ്പോയുടെ അല്ലെങ്കിൽ ട്രക്കിൻ്റെ
നമ്പർ അടക്കം അറിയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റും CBIയും ഒക്കെ തന്നെ ഉടനടി നടപടി എടുക്കാത്തത് എന്നൊരു ചോദ്യമാണ് ഇന്നലെ ജോൺ ബ്രിട്ടാസ് എം പി ചോദിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും നാളും ഈ ഒരു പ്രചരണത്തിലൊന്നും പ്രധാനമന്ത്രി അംബാനിയുടെ അല്ലെങ്കിൽ അദാനിയുടെ പേരൊന്നും ഉപയോഗിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഈ രണ്ട് പേരുകൾ പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. മനു. ശരി വിഷ്ണു. ഓക്കെ, വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്. ഏതായാലും 4ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോൾ കാര്യങ്ങൾ BJPയെ സംബന്ധിച്ച് വളരെ ആശങ്കാജനകമാണെന്നാണ് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. കാരണം തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനമൊക്കെ കുറഞ്ഞത് വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട്.